കാസർഗോഡ് നിന്ന് കെ വി ബൈജു ഉണ്ട്. ബൈജു, കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ആശങ്ക അവിടെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അതിനു പുറമെയാണ് ഇന്നിപ്പോൾ റെഡ് അലേർട്ട്, കനത്ത മഴ. എന്താണ് കാസർഗോട്ടെ സാഹചര്യം? ശ്രീജ, തീർച്ചയായും കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം റോഡുകൾ വലിയ ആശങ്കയാണ്. അതിനിടയിൽ ഇന്നും നാളെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വലിയ നിയന്ത്രണം ഇന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് വിനോദസഞ്ചാര മേഖല പൂർണ്ണമായും അടച്ചിടാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് റാണിപുരം ടൂറിസം, നമുക്കറിയാം ഇക്കോ ടൂറിസമാണ്, ഒരുപാട് സന്ദർശകരെത്തുന്ന സ്ഥലമാണ്. ഇത് പൂർണ്ണമായും അടച്ചിട്ടിട്ടുണ്ട്. അതോടൊപ്പം ബേക്കൽ ബീച്ച്, കൈറ്റ് ബീച്ച് തുടങ്ങി തീരപ്രദേശങ്ങളിലുള്ള എല്ലാ വിനോദസഞ്ചാര മേഖലകളും ഇന്നും നാളെയും അടച്ചിടാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം മലയോര മേഖലകളിൽ നേരത്തെ പത്തനംതിട്ടയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ രാത്രി യാത്രാ നിയന്ത്രണമുണ്ട്. മലയോര മേഖലകളിൽ പ്രത്യേകിച്ച് മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ തന്നെ അനാവശ്യ യാത്രകൾ പകൽ നേരങ്ങളിലായാലും ഒഴിവാക്കണമെന്ന ഒരു നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും അതിതീവ്ര മഴ ഇന്നും നാളെയും പ്രവചനമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത പുലർത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ജില്ലയിലെ മിക്ക പുഴകളും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. ഈ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിലും കടലാക്രമണ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ശക്തമായ കാറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന ഒരു മുന്നറിയിപ്പ് ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ കാറ്റും അതുപോലെ തന്നെ മഴയുമാണ് ഉണ്ടായത്. നിരവധി സ്ഥലങ്ങളിൽ ഈ മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ നഷ്ടമുണ്ടായത് ഇലക്ട്രിസിറ്റി ബോർഡിനാണ്. ഒരുപാട് തൂണുകൾ ഇത്തരത്തിൽ നിലംപൊത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. മലയോര മേഖലകളിൽ വൈദ്യുതി ബന്ധം 3-4 ദിവസമൊക്കെ നിലച്ചു പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇന്ന് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. അത് ഈ മേഗാ കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്കാണ്. ഇത്തരത്തിൽ ഈ റോഡുകളുടെ ഈ ആശങ്ക പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഈ ഒരു പ്രതിഷേധ സമരം നടക്കുന്നത്. അത് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ശക്തമായ ഒരു പ്രതിഷേധം ഈ ഒരു പരിപാടിയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൈലാട്ടിയിലാണ് ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. അവിടെയാണ് ഈ മാർച്ച് നടക്കുന്നത്. അതോടൊപ്പം വീരമലക്കുന്ന്, ബേവിഞ്ച തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇന്ന് ഡ്രോൺ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. എത്രത്തോളം അപകടകരമായ സാഹചര്യമാണ് ഈ കുന്നിൻ മുകളിലൊക്കെ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഡ്രോൺ പരിശോധന. വലിയ തോതിലുള്ള അശാസ്ത്രീയമായ രീതിയിൽ ഈ ഇടങ്ങളിലെല്ലാം ഇത്തരത്തിൽ മണ്ണിടിച്ചാണ് ഈ റോഡ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ആ പരിശോധന ഇന്ന് വളരെ നിർണായകമാണ്. ഇന്നും നാളെയും ഈ പരിശോധന ഉണ്ടാവും. അതിനുശേഷം ഇത് സംബന്ധിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് സമർപ്പിക്കും. ഏതായാലും ദേശീയപാത വഴി ചെർക്കളയിൽ മുതൽ ഈ ചട്ടഞ്ചാൽ വരെയുള്ള നേരത്തെ വലിയ ഗർത്തമൊക്കെ രൂപപ്പെട്ട ആ ഒരു പ്രദേശം, അത് വലിയ തോതിലുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ വഴിയുള്ള ഗതാഗതം ഇന്ന് പൂർണ്ണമായും നിരോധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ മഴ ഇത്തരത്തിൽ തുടരുകയാണെങ്കിൽ ഇതുവഴിയുള്ള ഗതാഗതം ദേശീയപാതയിൽ പൂർണ്ണമായും നിരോധിക്കും. അത് വഴിതിരിച്ചുവിടുക ചന്ദ്രഗിരി പാലം വഴിയായിരിക്കും. അത്രത്തോളം അപകടകരമായ ഒരു സാഹചര്യമാണ് ഈ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നത്. എന്തായാലും അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഇന്നും നാളെയും ഉള്ളത്. വലിയ മഴയുണ്ടാവും. അതോടൊപ്പം ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. ഇടുക്കിയിൽ നിന്ന്